ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞാൽ സാധാരണ നോർമൽ ടോയ്ലറ്റിനകത്തുള്ള ബാത്റൂം ഫിറ്റിങ്സുകൾ ഒരു ചെറിയൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിനകത്തുള്ള ബാത്റൂം ഫിറ്റിങ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു ചെറിയ ടോയ്ലറ്റാണ്. അപ്പോൾ 4 to 5 ഫീറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ 3 ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ കിണർ വെള്ളത്തിൻ്റെ ടാങ്ക്, 2 ടാങ്കുകളാണ് ഈ വീട്ടിൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഒരു ടാങ്ക് എന്ന് പറയുമ്പോൾ കിണർ വെള്ളം നേരിട്ട് നമ്മൾ ഇതിൽ ടാപ്പുകളിൽ എത്തിക്കാനും, മറ്റേതെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ വെള്ളത്തിൻ്റെ ടാപ്പുമാണ് വയ്ക്കുന്നത്. ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പാണ്. അങ്ങനെ 3 ടാപ്പുകളാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സാധാരണ സ്റ്റോക്കോക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്കോ കൊടുക്കാനുള്ള ഇതിന് തൊട്ട് മുകളിലുള്ള ഷവർ എന്ന് പറയും, അതിൻ്റെ മുകളിലായിട്ട് ഒരു വെൻറ്റിലേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് മാറ്റിയാണ് ഇത്, അതായത് വെൻറ്റിലേഷൻ്റെ സെൻട്രലിലാണ് ഇതിൻ്റെ ഷവറും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്ലഗുകളെല്ലാം അഴിച്ച് മാറ്റി ഇതിൽ വൈറ്റ് സിമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് അഴിച്ച് മാറ്റിയിട്ട് അത് നമുക്ക് ആ ഫിറ്റിങ്സിൻ്റെ അവിടെ, അതായത് ആ റെഡ്യൂസർ വരുന്ന ഭാഗത്തിൻ്റെ ഇടയിൽ ടെയിലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്യാപ്പ് കംപ്ലീറ്റ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ച് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലീക്ക് വരുമ്പോൾ അറിയാൻ സാധിക്കും. ഇനി ഇത് എന്ന് പറയുമ്പോൾ ഒരു വാഷ് ബേസിൻ്റെ ലൈനാണ്. ഈ വാഷ് ബേസിൻ്റെ ലൈന് നമ്മൾ ഇതിൻ്റെ വാഷ് ബേസിൽ വയ്ക്കുന്നത് ഒരു കോർണർ ബേസിലാണ് വയ്ക്കുന്നത്. 85-90 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്യുന്നത്. ഈ ടാപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 80-85 സെൻറ്റിമീറ്ററിനും ഇടയ്ക്കാണ് ടാപ്പിൻ്റെ ഹൈറ്റ് വരുന്നത്. ഷവർ ഇത്തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത് വെൻറ്റിലേഷൻ്റെ തൊട്ട് മുകളിലാണ് വരുന്നത്. കാരണം ഷവറിൻ്റെ കൊടുക്കാനുള്ള വേറെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് ആ വെൻറ്റിലേഷൻ്റെ മുകളിലാണ് ഷവർ വന്നിരിക്കുന്നത്. നമുക്കിനി അടുത്ത് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്ലോസറ്റാണ്. അപ്പോൾ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ 220 mm വാർമോറ എന്ന് പറയുന്ന കമ്പനിയുടെ 1 പീസ് ക്ലോസറ്റാണ്. അപ്പോൾ 1 പീസ് ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് നമ്മൾ ആദ്യം പൈപ്പ് മട്ടം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സിലിക്കൺ ബുഷ് വെച്ച് മാർക്ക് ചെയ്ത് സൈഡ് കംപ്ലീറ്റ് വരച്ചെടുക്കുക. നമ്മൾ ഇത് ലൈൻ ചെയ്യുമ്പോൾ ടെയിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 220 + 30 mm കൂടെ, അതായത് 3 സെൻറ്റിയും കൂടെ ക്ലിയറൻസ് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ഇത് കറക്റ്റ് കിട്ടിയിരിക്കുന്നു. ഒരു 1/2 സെൻറ്റി മാത്രമേ ഇത് വ്യത്യാസമുള്ളൂ. അപ്പോൾ 1/2 സെൻറ്റി ഗ്യാപ്പേ കൂടുതലുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ആ വരച്ചെടുത്തതിന് ശേഷം വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് അതിലോട്ട് ക്ലോസറ്റ് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഷവറിൻ്റെ സ്റ്റോക്കോക്കിൻ്റെ കപ്പും അതിൻ്റെ ലിവറും എല്ലാം ഇടേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എൻ്റെ സ്ലീവ് ഇളക്കിയെടുത്ത് അതിലിട്ട് ഈ ഒരു അലങ്കി ഇതാണ് നോബാണ് വരുന്നത്. അപ്പോൾ അലങ്കി നോബിട്ട് കറക്റ്റ് ഇത് അലങ്കി സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പുകളാണ്, ലോങ് ബോഡി ടാപ്പാണ്. ഇപ്പോൾ ഒരു ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെ ലോങ് ബോഡി ടാപ്പുകളാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. ഒരെണ്ണം ഇപ്പോൾ 2 ടാപ്പേ ഇപ്പോൾ തൽക്കാലം വയ്ക്കുന്നുള്ളൂ. പിന്നീട് ആ പ്ലഗ് അഴിച്ചതിന് ശേഷം ഇടത് സൈഡിൽ കാണുന്ന പ്ലഗ് അഴിച്ചതിന് ശേഷം അവിടെ ഒരു ടാപ്പ് കൂടി വരുന്നതായിരിക്കും. കോർപ്പറേഷൻ വെള്ളത്തിൻ്റെ ടാപ്പാണ് അവിടെ വരേണ്ടത്. ഇപ്പോൾ തൽക്കാലം 2 ടാപ്പാണ് വയ്ക്കുന്നത്. 2 ഒരേ രീതിയിലുള്ള ജോൺസൺ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഫ്ലോ ഉള്ള ഒരു 2 ടാപ്പുകളാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വാഷ് ബേസിലേക്ക് വേണ്ട ആംഗിൾ വാൽവ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോർണർ ബേസിൻ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വാൽവും, ഇനി ഇതിനകത്ത് ഒരു അതായത് ഫ്ലഷിൻ്റെ ഒരു ആംഗിൾ വാൽവ്, ഹെൽത്ത് വാസിൻ്റെ ആംഗിൾ വാൽവ്, 3 ആംഗിൾ വാൽവുകളാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെത് മറു സൈഡിൽ വേറൊരു ബാത്റൂമുണ്ട്. അതിൽ നിന്നാണ് ഹീറ്ററിന് ഒരു ഹീറ്റർ വെച്ചാണ് 2 ബാത്റൂമിലായിട്ട് ഉപയോഗിക്കുന്നത്.
ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ അടപ്പുകൾ വന്നിട്ട് അതിൽ വരുന്ന 2 ലെഗുകളുണ്ട്. ലെഗുകൾ അല്പം നീളം കൂടിയാണ് കമ്പനി വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പരമാവധി കറക്റ്റ് നോക്കിയതിന് ശേഷം 2 ലെഗും കട്ട് ചെയ്തതിന് ശേഷം വെക്കേണ്ടത്. ലെഗിൻ്റെ നീളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൈവർ സെറ്റ് താഴ്ന്നു തന്നെ ഇരിക്കും, വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ലെഗ് നോക്കിയതിന് ശേഷം അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് ലെഗ് നോക്കിയതിന് ശേഷം അതിൻ്റെ കവർ വെക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷവർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷവറിൻ്റെ ആം എന്ന് പറയുമ്പോൾ 18 ഇഞ്ചാണ്, അതിൻ്റെ ഷവർ വന്നിട്ട് 6 ഇഞ്ചുമാണ്. ഇനി അടുത്തതായിട്ട് ഫ്ലഷ് ടാങ്കിലേക്കിട്ട് വാട്ടർ ലൈൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാട്ടർ ലൈൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ 1.5 അടിയുടെ PVC കണക്ഷനാണ്. അത് ആംഗിൾ വാൽവിൽ നിന്ന് നേരിട്ട് ഫ്ലഷിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഇനി ടവൽ റാഡും ഹെൽത്ത് വാസിൻ്റെ ക്ലാമ്പും എല്ലാം പിടിപ്പിക്കുന്നതിൻ്റെ ആ ഡ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം അത് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിരിക്കുന്നത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നേരിട്ട് ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഹാമറിങ് ഡ്രില്ല് ഉപയോഗിച്ച് നേരിട്ട് ഡ്രില്ല് ചെയ്യരുത്. അതിൻ്റെ ഡയമണ്ട് ബിറ്റ് ഉപയോഗിച്ച് തന്നെ ഡ്രില്ല് ചെയ്യുക. കാരണം ഇത് GVT ടൈലായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that?